So, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ആണ്. എത്തിക്സ് ആൻഡ് പ്രൈവസി എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ. സോ ഇതിൽ മൊഡ്യൂൾ 3 വരുന്നത് ഹൈഡ്രോളജി ആൻഡ് വാട്ടർ മാനേജ്മെൻ്റ് ആണ്. So, in this, hydrology is the specific study of occurrence, distribution, movement and properties of water in the Earth's atmosphere, on the surface, underground. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെസിഫിക് സ്റ്റഡിയാണ്. ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ, മൂവ്മെൻറ്റ്, അത് വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എവിടെ? നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിൽ, അതേപോലെ തന്നെ സർഫസിൽ, അണ്ടർഗ്രൗണ്ടിലൊക്കെ വരുന്നത്. വാട്ടർ ഈസ് നോട്ട് ഓൺലി എ നാച്ചുറൽ റിസോഴ്സ് ബട്ട് ഓൾസോ എ ക്രിട്ടിക്കൽ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം. വാട്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നാച്ചുറൽ റിസോഴ്സ് മാത്രമല്ല, അത് നമ്മുടെ ലൈഫിന് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നമ്മുടെ എക്കോളജിക്കും ആയിക്കോട്ടെ, അഗ്രികൾച്ചറിന്, ഇൻഡസ്ട്രീസ്, ഹ്യൂമൻ സെറ്റിൽമെൻറ്റിനൊക്കെ എന്താണ്? വാട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എഞ്ചിനീയേഴ്സ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ എൻഷുറിങ് വാട്ടർ സെക്യൂരിറ്റി ത്രൂ. എഞ്ചിനീയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ വാട്ടർ സെക്യൂരിറ്റി ഭയങ്കര എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്? ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, അതായത് നമ്മുടെ ഡാംസ്, കനാൽസ്, റിസർവോയ്സ്, അഗ്രികൾച്ചറൽ സിസ്റ്റംസ് വഴി, അർബൻ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ നെറ്റ്വർക്ക്സ്, അർബൻ ഏരിയാസിൽ വാട്ടർ സപ്ലൈയും അതേപോലെ തന്നെ ക്ലീൻ ആക്കി വെക്കുന്ന നെറ്റ്വർക്ക്സും, ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ഗ്രോയിങ് പോപ്പുലേഷൻ. നമുക്കറിയാമല്ലോ, ലൈക്ക് പോപ്പുലേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് എന്താണ്, നമ്മുടെ വാട്ടർ സപ്ലൈ അതുപോലെ തന്നെ വൃത്തിയിൽ കൊണ്ട് നടക്കണം. ഓക്കെ. ഫ്ലഡ് കൺട്രോൾ ആൻഡ് ഡ്രോട്ട് മിറ്റിഗേഷൻ മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ലൈവ്സ് ആൻഡ് ലൈവ്ലിഹുഡ്. ഫ്ലഡ്സും ഡ്രോട്ട്സും ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ രീതിയിൽ നമ്മൾ മെഷേഴ്സ് എടുക്കണം. ഹവർ വാട്ടർ മാനേജ്മെൻറ്റ് പ്രൊജക്ട് ഓഫൻ ക്രിയേറ്റ്സ് എത്തിക്കൽ ഡിലേമാസ്. എന്തൊക്കെ എത്തിക്കൽ ഡിലേമാസ് ആണ് ഇതിലുണ്ടാക്കുക? എ ഡാം മേ ജനറേറ്റ് റിന്യൂവബിൾ പവർ ബട്ട് ഡിസ്പ്ലേസസ് തൗസൻഡ്സ് ഓഫ് ഫാമിലീസ്. എന്താണ്? റിന്യൂവബിൾ പവർ ഉണ്ടാക്കാം, പക്ഷെ അതേസമയം ഒരുപാട് ആൾക്കാരുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോകാനും സ്ഥലം മാറി താമസിക്കേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട്. ലാർജ് ഇറിഗേഷൻ പ്രൊജക്ട്സ് മേ ബെനിഫിറ്റ്സ് ഫാമേഴ്സ് ഡൗൺ സ്ട്രീംസ് ബട്ട് ഡാമേജ് അപ്സ്ട്രീം എക്കോസിസ്റ്റം. അതായത് നമ്മൾ ഈ വലിയ ഇറിഗേഷൻ പ്രൊജക്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ ഡൗൺ സ്ട്രീം ഫാമേഴ്സിനെ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യുമെങ്കിലും എക്കോസിസ്റ്റത്തിലെ അപ്സ്ട്രീംസിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ദസ് വാട്ടർ മാനേജ്മെൻറ്റ് റിക്വയർസ് not only technical competence but also ethical foresights and social responsibility. അതുകൊണ്ടാണ് ഇവിടെ എത്തിക്കൽ ഫോർസൈറ്റ്സും അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഒരേപോലെ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമായിട്ട് പറയുന്നത്. സോ ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ സൈക്കിളിനെ പറ്റിയിട്ടാണ്. സോ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഡിസ്ക്രൈബ്സ് ദ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ വിത്ത് ദ എർത്ത് സിസ്റ്റം. ഹൈഡ്രോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ എർത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് പറയുന്നത്. ഓക്കെ. സോ ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇവാപ്രേഷൻ ആണ്. ഇവാപ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ എനർജി കൺവേർട്ട്സ് സർഫസ് വാട്ടർ ഇൻ ടു വേപ്പർ. അതായത് സോളാർ എനർജി എന്താവും? നമ്മുടെ വാട്ടറിനെ ഇവാപ്രേറ്റ് ചെയ്യും, റൈറ്റ്, വേപ്പറായിട്ട് കൊണ്ടുപോകും. അടുത്തത് എന്ന് പറയുന്നതാണ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലേ, വാട്ടർ വേപ്പറിനെ ക്ലൗഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്. പ്രിസിപ്പിറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെയിൻ ആയിരിക്കാം, സ്നോ ആയിരിക്കാം, ഹെയിൽ ആയിരിക്കാം. എങ്ങനെയാണോ വാട്ടർ പോയത് അത് തിരിച്ചു വരുന്നതിനെയാണ് പറയുന്നത്. ഇൻഫിൽട്രേഷൻ, വാട്ടർ സീപ്സ് ഇൻ ടു സോയിൽ പെനിട്രേറ്റ്സ്. അതായത് സോയിലിലൂടെ എന്ത് ചെയ്യും? ഇതെന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്ത് പോകുന്നതിനെയാണ് പറയുന്നത്. റൺ ഓഫ്, വാട്ടർ സർഫസ് ഫ്ലോസ് ഇൻ ടു റിവേഴ്സ്, ലേക്സ് ആൻഡ് സീസ്. എന്താണ്? ഈ വഴി കൂടെ തന്നെയല്ലേ ഇവാപറേറ്റ് ചെയ്ത് പോയത്, അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നത്. പിന്നെ പറയുന്നത് എന്താ? ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, വാട്ടർ സ്റ്റോർഡ് ഇൻ അക്വിഫയേഴ്സ് എൻഷുർസ് ലോങ് ടേം സപ്ലൈ. ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാൻ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ സ്കാർസിറ്റിനെ പറ്റിയിട്ടാണ്. അതായത് വാട്ടർ സ്കാർസിറ്റി ഈസ് വൺ ഓഫ് ദ 21st century's ബിഗ്ഗസ്റ്റ് ചലഞ്ച്. 21st സെഞ്ചുറിയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചാണ് വാട്ടർ സ്കാർസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് വാട്ടർ സ്കാർസിറ്റി ഉണ്ടാകുന്നത്? ഓവർ എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ വഴി ഉണ്ടാവാം, പോപ്പുലേഷൻ ഗ്രോത്തും അതേപോലെ തന്നെ അർബനൈസേഷൻ വഴി, ഈ റെയിൻഫോൾ പാറ്റേൺസിൽ ചേഞ്ചസ് വരുമ്പോൾ എന്തുണ്ടാവും? ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവും. ഇതുകൊണ്ടുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ വാട്ടർ ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി പെർ ക്യാപിറ്റ ഡിക്ലൈൻ ആവും, കുറയാൻ തുടങ്ങും ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി. അതേപോലെ തന്നെ അഗ്രികൾച്ചറിനും അതേപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിനും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ തുടങ്ങും.
Day zero scenario. Cape Town, South Africa 2018 ഉണ്ടായ ഒരു സിനാരിയോ ആണ് ഇൻ ദ ഡേ സീറോ എന്ന് പറയുന്നത്. വാട്ടർ സ്കാർസിറ്റിയോട് ഉണ്ടായ ഒരു പ്രശ്നമാണിത്. അടുത്തെന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ ആണ്. ഫ്രഷ് വാട്ടർ റിസോഴ്സസ് ആർ അണ്ടർ സ്ട്രെസ് ഡ്യൂ ടു പൊല്യൂഷൻ. എങ്ങനെ ഈ പൊല്യൂഷൻ ഉണ്ടാവണം? ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് വഴി, അതേപോലെ തന്നെ സീവേജ് ഡിസ്ചാർജ് വഴി, അഗ്രികൾച്ചറൽ റൺ ഓഫ്സ്. ഇതെന്ന് പറയുന്നത് യൂട്രോഫിക്കേഷന് കാരണമാവാറുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് റിസ്ക്, കോളറ, ഡൈസെൻട്രി, അതേപോലെ തന്നെ ലോങ് ടേം കാർസിനോജനിക് എഫക്ട്സ് ഉണ്ടാവും. അതേപോലെ തന്നെ എക്കോസിസ്റ്റം ഇമ്പാക്ട്സ്. ഇതെന്ന് പറയുന്നത് അക്വാറ്റിക് ബയോഡൈവേഴ്സിറ്റി, അതേപോലെ തന്നെ ഡെഡ് സോൺസ് റിവർ ഏരിയാസിൽ ഉണ്ടാകും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നതാണ് എൻവയോൺമെൻറ്റൽ ഫ്ലോ എന്ന് പറയുന്നത്. റിവേഴ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ മിനിമൽ ഫ്ലോ ടു സസ്റ്റെയിൻ. മിനിമൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം റിവേഴ്സ്. നമ്മുടെ എക്കോസിസ്റ്റം, ഫിഷറീസ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ റിവേഴ്സിലും ഒക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ഡാം ആൻഡ് ഡൈവേർഷൻസ് ഓഫൻ reduces flow drastically, threatening downstream എക്കണോളജി. അത് ഈ ഡാംസും ഡൈവേർഷൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ഇതെന്ന് പറയുന്നത് ഒരു ത്രെട്ടായിട്ട് വരാറുണ്ട് ഡൗൺ സ്ട്രീം എക്കോളജിക്ക്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗംഗ റിവർ സ്ട്രെച്ചസ് ബിക്കമിങ് ബയോളജിക്കലി ഡെഡ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് ഫ്ലോ. ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടുണ്ട്, അതിൻ്റെ ഫ്ലോ നിന്ന് തുടങ്ങിയിട്ടുണ്ട്, അതാണ് പറയുന്നത്. ഇനി നമ്മൾ എൻജിനീയേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ വാട്ടർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്തൊക്കെയാണ്? There are different techniques. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. ക്യാപ്ചറിങ് ആൻഡ് സ്റ്റോറിങ് റെയിൻ വാട്ടർ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് അഗ്രികൾച്ചറൽ പർപ്പസ്. ഡൊമസ്റ്റിക് ആൻഡ് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ റെയിൻ വാട്ടർ ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് ഇൻ ചെന്നൈ ആൻഡ് ബാംഗ്ലൂർ. ബാംഗ്ലൂരു ആൻഡ് ചെന്നൈയിൽ ഇഷ്ടംപോലെ റൂഫ് ടോപ്പിൽ ഈ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ ഇത്. ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആൻഡ് അക്വിഫയർ സ്റ്റോറേജ്, ആർട്ടിഫിഷ്യൽ റീചാർജ് പിറ്റ്സ്, അതേപോലെ തന്നെ പെർക്കൊലേഷൻ ടാങ്ക്സ് ആൻഡ് ചെക്ക് ഡാംസ്. ഇതൊക്കെ എന്താണ്? ഈ അണ്ടർ വാട്ടർ ടർബിൾസ് നമുക്ക് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. അടുത്തതാണ് വേസ്റ്റ് വാട്ടർ റീസൈക്ലിംഗ്. അതായത് നമ്മുടെ സ്വീവേജ് വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഗ്രികൾച്ചറിക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കോ റീയൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, സിംഗപ്പൂരിലെ ന്യൂ ആർത്തർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് വേസ്റ്റ് വാട്ടറിനെ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റാണ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് സിംഗപ്പൂർ ബേസ്ഡ് പ്രൊജക്റ്റാണ്. അടുത്തത് എന്ന് പറയുന്നതാണ് സ്മാർട്ട് ഇറിഗേഷൻ ടെക്നിക്. ലൈക്ക് എന്താ പറയുക, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിങ്ക്ലേഴ്സ് ഒക്കെ എന്താണ്? ഈ ഫ്ലഡ് ഇറിഗേഷനേക്കാൾ കുറേ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വാട്ടറിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഇസ്രായേലിൽ അഗ്രികൾച്ചർ ട്രൈവ്സ് ആൻഡ് അരിഡ് സോൺസ് യൂസിങ് അതായത് ഈ ഡ്രൈ ഏരിയാസിലൊക്കെ എന്താ പറയുക, ഇത് നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഇസ്രായേലിലൊക്കെ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഡിസാസ്റ്റർ ആൻഡ് ഫ്ലോ ഡിസ്ട്രക്ഷൻ. ഓക്കെ, സോ ആദ്യത്തെ എന്ന് പറയുന്നത് ഡാം ആൻഡ് എക്കോളജിക്കൽ ഇമ്പാക്ട്. ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാടു, സേഫ്റ്റി കൺസേൺ വേഴ്സസ് വാട്ടർ ലോ. ഒരേ സമയം എന്താണ് ഇത് കേരളനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, സേഫ്റ്റി കൺസേണിൻ്റെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ തമിഴ്നാടിനും എന്ത് വേണം? വെള്ളം വേണം. Dams alter natural river flows, disrupt fish migration and also submerge forests. ഓക്കെ, ഈ ഡാം ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് റിവർ ഫ്ലോ മാറും. അതേപോലെ തന്നെ സീസണലി ഫിഷസ് മൈഗ്രേഷൻ നടക്കുമല്ലോ, അതിന് പ്രശ്നം വരും. അതേപോലെ തന്നെ ഫോറസ്റ്റും സബ്മേർജായി പോകാൻ തുടങ്ങും. അർബനൈസേഷനും ഫ്ലഡ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചെന്നൈ ഫ്ലഡ്സ് 2015 ഉണ്ടായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. എക്സാമ്പിളായിട്ട് പുവർ സ്റ്റോം വാട്ടർ ഡ്രെയിനേജ്, എൻക്രോച്ച്മെൻറ്റ് ഓൺ ദ വെറ്റ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് ഗ്രോത്ത് ഇൻറ്റൻസിഫൈസ് ഡിസാസ്റ്റർ. ഓക്കെ, ചെന്നൈയിൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് അവിടെ നേരെ ഡ്രെയിനേജ് നോക്കാണ്ടും വെറ്റ്ലാൻഡ്സിലുണ്ടായ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അൺപ്ലാൻഡ് ആയിട്ടുള്ള
ഗ്രോത്തും എന്താ പറയുക ഈ ഡിസാസ്റ്ററിനെ ഏറ്റവും വേസ്റ്റ് ആക്കാനുള്ള കേസസ് ആണ്. എഞ്ചിനീയേഴ്സ് മസ്റ്റ് ഇൻ്റഗ്രേറ്റ് ഹൈഡ്രോളജിക്കൽ മോഡലിംഗ് ഇൻ ടു സിറ്റി പ്ലാനിങ്. ഈ ഹൈഡ്രോളജിക്കൽ മോഡലിംഗ് സിറ്റി പ്ലാനിങ് നടത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എത്തിക്കൽ ഡയമെൻഷൻസ് ആണ് നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. Preventive ethics. Engineers must design water projects that avoid long-term harm rather than addressing pattern problems after ഡാമേജ് ഒക്കെ. അതായത് പ്രോബ്ലം ഉണ്ടായി ഡാമേജ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇതിനെപ്പറ്റി വലിയ ഡിസ്കഷനൊക്കെ നടക്കുന്നതിന് പകരം എന്താണ് മുമ്പേ തന്നെ ഡിസൈൻ ചെയ്ത് നേരെ ചൊവ്വേ പ്രൊജക്ട്സ് ചെയ്യണം. അവോയ്ഡിങ് കൺസ്ട്രക്ഷൻസ് ഓൺ ഫ്ലഡ് പ്ലെയിൻസ് ഇൻസ്റ്റെഡ് ഓഫ് റിലേയിങ് സോലയിൽ. അതായത് ഈ ഫ്ലഡ് കൺട്രോൾ ഡാംസിനൊക്കെ വെറുതെ അങ്ങോട്ട് റിലേ ചെയ്യുന്നതിന് പകരം വാട്ട് വി ഹാവ് ടു ഫോക്കസ് മെയിൻലി നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ് ഉള്ള സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ നടത്താതിരിക്കുക. ഓക്കെ, ജസ്റ്റിസ് സോഷ്യൽ ജസ്റ്റിസിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ, റിച്ച് ആൻഡ് പുവർ, അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം കമ്മ്യൂണിറ്റീസ്. Urban water supply often prioritized over rural needs leading to equity. അതായത് അർബൻ ആൻഡ് റൂറൽ, അതേപോലെ തന്നെ റിച്ച് ആൻഡ് പുവർ, അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം കമ്മ്യൂണിറ്റീസ്, ഇവർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വെള്ളം എത്തിക്കുന്ന പരിപാടി നിർത്തണം. എല്ലാവർക്കും ഒരേപോലെ തന്നെ പ്രയോറിറ്റീസ് ഒന്നും എന്താ പറയുക, ഒരാൾക്ക് കൂടുതൽ പ്രയോറിറ്റി ഒരാൾക്ക് പ്രയോറിറ്റി ഇല്ല, അങ്ങനെയൊന്നും പാടില്ല. Responsibility to society. Engineers must acknowledge their responsibility to public. അവരുടെ റെസ്പോൺസിബിലിറ്റി പബ്ലിക്കിനെ അക്നോളജ് ചെയ്യണം. അതായത് എക്സാമ്പിൾ പറയുകയാണെ, ടിപ്പിക് ഓർ ടവർ കേസ് ഹൈലൈറ്റ് ദ മോറൽ ഡ്യൂട്ടി ടു അഡ്മിറ്റ് ഡിസൈൻ ഫ്ലോസ്. ഓക്കെ, അവരുടെ ഡിസൈൻ ഫ്ലോസും പബ്ലിക് സേഫ്റ്റി എൻഷുർ ചെയ്യാനും അതേപോലെ തന്നെ ഈവൻ അറ്റ് പേഴ്സണൽ ഓർ പ്രൊഫഷണൽ റിസ്കിൽ അവരതിൻ്റെ ഇത് അവർക്കുണ്ടായ പ്രശ്നം അവർ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ ആയിരിക്കണം നമ്മളൊന്ന് പറയണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് കുറച്ച് കേസ് സ്റ്റഡീസ് നമ്മൾ പഠിക്കാൻ പോവാണേ. വയനാട് ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. എക്സസീവ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫ്ലഡ് ലാൻഡ് യൂസ് പ്ലാനിങ് അഗ്രിഗേറ്റ്സ് റെയിൻഫോൾ ഇമ്പാക്ട്. ഓക്കെ, എക്സസീവായിട്ട് ഈ ഡീഫോറസ്റ്റേഷനും അതേപോലെ തന്നെ പുവർ ലാൻഡ് യൂസ് പ്ലാനിങ്ങും ഒക്കെയാണ് ഇതിന് പ്രശ്നമായത്. മഴ ഉണ്ടായപ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടായി, പ്രശ്നം വന്നു. റിസൾട്ടിങ് ഇൻ എന്ത് വന്നു, ലാൻഡ് സ്ലൈഡ്സും ഡിസ്പ്ലേസ്മെൻറ്റ്സും അതേപോലെ തന്നെ ഒരുപാട് നഷ്ടം നമുക്ക് കുറേ ജീവനുകൾ നമുക്ക് നഷ്ടമായി പോവുകയും ചെയ്തു. ഓക്കെ, ഇതിൽ നമുക്ക് കിട്ടിയ ലെസൺ എന്താണ്? ഹൈഡ്രോളജിക്കൽ പ്രൊജക്ട്സ് മസ്റ്റ് ഇൻറ്റഗ്രേറ്റ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. ഓക്കെ, എൻവയോൺമെൻറ്റൽ കൺസർവേഷനും എന്താണ് ഹൈഡ്രോളജിക്കൽ പ്രൊജക്ട്സ് മെയിൻലി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അടുത്തതാണ് 3 ജോർജ് ഡാം. ഇത് ചൈനയിലുണ്ടായ ഒരു സംഭവമാണ്. വേൾഡ്സ് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാം പ്രൊഡ്യൂസസ് മാസീവ് റിന്യൂവബിൾ എനർജി പവർ. ഇതെന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാമാണ്. ഏറ്റവും കൂടുതൽ മാസീവായിട്ട് റിന്യൂവബിൾ പവർ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഹൗവർ ഡിസ്പ്ലേസ് ഓൾമോസ്റ്റ് 1.2 million people, submerged cultural sites and altered ecosystem. ഓൾമോസ്റ്റ് 1.2 million പീപ്പിളിനെയും അതേപോലെ തന്നെ അവരുടെ കുറേ കൾച്ചറൽ സൈറ്റ്സും എക്കോസിസ്റ്റത്തിനെയും ഒരുപാട് ഓൾട്ടർ ചെയ്തൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഇതിലുണ്ടായ എത്തിക്കൽ ഡിലെമ എന്താണ്? നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എനർജി സെക്യൂരിറ്റി ഉണ്ടായി അല്ലേ? അതേസമയം നമ്മുടെ സോഷ്യൽ ജസ്റ്റിസും എക്കോളജിക്കൽ പ്രിസർവേഷനും ഇതിൽ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഇതാണ് ഇതിലുണ്ടായത്. ഇനി നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ് എന്ത്? സീറോ വേസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറോ വേസ്റ്റ് ഫിലോസഫി എയിംസ് ടു റീഡിസൈൻ ഹൗ സൊസൈറ്റീസ് പ്രൊഡ്യൂസ്, യൂസ് ആൻഡ് ഡിസ്പോസ്. എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണത്, യൂസ് ചെയ്യണത്, ഡിസ്പോസ് ചെയ്യണത് എന്നുള്ളതാണ് എന്ത് എയിം ചെയ്യണത് സീറോ വേസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത്. ഡിസൈനിങ് ആൻഡ് മാനേജിങ് പ്രൊഡക്റ്റ് ടു അവോയ്ഡ് ആൻഡ് എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ്, കൺസർവിങ് റിസോഴ്സസ് ആൻഡ് റിക്കവറിങ് ഓൾ മെറ്റീരിയൽസ് ഫോർ റീയൂസ്. അതായത് നമ്മുടെ മെറ്റീരിയൽസിനെ വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക, അതിനെ കൺസേർവ് ചെയ്യുക, അതിനെ റീയൂസ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ട്രഡീഷണൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇസ് എൻഡ് ഓഫ് പൈപ്പ്. അതായത് കളക്ട് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, ഡംപ് ചെയ്യുക. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് എന്താണ്? സാധനങ്ങൾ, മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുള്ളത് കളക്ട് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, അതിനെ ട്രാവൽ ചെയ്ത് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെടുത്ത് കളയും. അത് ചെയ്യാൻ പാടില്ല. ഇവിടെയാണ് സീറോ വേസ്റ്റ് ഷിഫ്റ്റ് ദ ഫോക്കസ് ഓഫ് പ്രിവെൻറ്റീവ് വേസ്റ്റ് ഡിസൈൻ.
Okay, but in the focus on preventive based design ആണ് focus ചെയ്യണേ. Ensuring that products and processes are convinced in way that generates minimal or no waste. നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, മിനിമലോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നോ വേസ്റ്റോ ഉള്ള രീതിയിൽ നമുക്ക് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. In essence, zero waste is not just a technical framework, but also an ethical and cultural shift. ഇതെന്ന് പറയുന്നത് ഒരു ethical and cultural shift കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. It requires engineering industries and communities to take responsibility for resource efficiency and ecological protections. Engineers and industries communities ഒക്കെ എന്തുണ്ടാവണം, റെസ്പോൺസിബിലിറ്റി എടുക്കണം. എന്തിനെ, റിസോഴ്സ് എഫക്റ്റീവ്ലി നമുക്ക് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ എക്കോളജിക്കൽ പ്രൊട്ടക്ഷൻസിനും വേണ്ടിയിട്ട്. അടുത്തത് എന്ന് പറയുന്നത് 5 rupees ഓഫ് സീറോ വേസ്റ്റ്. റീയൂസ്. അവോയ്ഡ് അൺനെസസറി പ്രൊഡക്ട്സ്, പാക്കിംഗ് ആൻഡ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സോ അതേപോലെ തന്നെ പാക്കിങ്ങോ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. സേയിങ് നോ ടു പ്ലാസ്റ്റിക് സ്ട്രോസ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുമോ യൂസ് ചെയ്യണം, ഡിസ്പോസിബിൾ ആയിട്ടുള്ള കട്ട്ലറീസ് യൂസ് ചെയ്യാം. അടുത്തത് റെഡ്യൂസ്. മിനിമൽ കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ് ജനറേഷൻ. കൺസപ്ഷൻ കുറയ്ക്കുക, അതേപോലെ തന്നെ വേസ്റ്റ് ജനറേഷനും കുറയ്ക്കുക. പ്രിന്റിങ് ഡബിൾ സൈഡ് ടു സേവ് പേപ്പർ. 2 സൈഡും പേപ്പർ പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് എന്ന് പറയുന്നത് റീയൂസ്. യൂസ് പ്രൊഡക്ട്സ് മൾട്ടിപ്പിൾ ടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്കാർഡിങ്. ഡിസ്കാർഡ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്പിൾ ടൈംസ് ഒരേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വാട്ടർ ബോട്ടിൽസ് പിന്നെയും റീഫിൽ ചെയ്ത് യൂസ് ചെയ്യുക, ക്ലോത്ത് ബാഗ്സ് പിന്നെയും യൂസ് ചെയ്യുക. അങ്ങനെ റീസൈക്ലിംഗ് ആണ് അടുത്തത്. കൺവേർട്ട് വേസ്റ്റ് ഇൻ ടു റോ മെറ്റീരിയൽസ് ഫോർ ന്യൂ പ്രൊഡക്ട്സ്. ഓക്കെ, വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റോ മെറ്റീരിയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. റീസൈക്ലിംഗ് പെറ്റ് ബോട്ടിൽസ് ഇൻ ടു പോളിസ്റ്റർ ഫൈബർ. ഓക്കെ, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇല്ലേ, അതിനെ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ PET ബോട്ടിൽസിനെ പോളിസ്റ്റർ ഫൈബേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതൊരു മെത്തേഡാണ്. അടുത്തത് അത് പറയുന്നത് റിക്കവർ. എക്സ്ട്രാക്ട് എനർജി ഓർ യൂസ്ഫുൾ മെറ്റീരിയൽ ഫ്രം വേസ്റ്റ്. വേസ്റ്റിൽ നിന്ന് എനർജിയോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. റീയൂസ് ചെയ്യാൻ പറ്റാത്തത് ഓക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഇല്ലേ, അതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ സിംപോളിസിസ്. വൺ ഇൻഡസ്ട്രീസ് വേസ്റ്റ് ഇസ് അനദർ റിസോഴ്സ്. ഒരു ഇൻഡസ്ട്രിയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു റിസോഴ്സ് ആണ്. ആഷ് ഫ്രം തെർമൽ പവർ പ്ലാന്റ് ഇതെന്ന് പറയുന്നത് എന്താണ്, സിമെന്റ്സിലും ബ്രിക്സിലും യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ബ്രൂവറി വേസ്റ്റ് ഇതെന്ന് പറയുന്നത് ആനിമൽസിൻ്റെ ഫീഡായിട്ടും അതേപോലെ തന്നെ ബയോഗ്യാസ് സബ്സ്ട്രാക്റ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഡിസ്പോസൽ കോസ്റ്റ് ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റിസോഴ്സസ് കൺസേർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ കാർബൺ ഫുട് പ്രിന്റ്സ് കുറയ്ക്കാനും പറ്റുന്നുണ്ട്. മൂന്നാമത്തെയാണ് എന്ത്, എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, EPR. ഓക്കെ, policy tool where manufacturers bear responsibility for the entire life cycle of their product and including post consumer waste. മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിളിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന പോളിസി ടൂളാണ്. ഇതെന്ന് പറയുന്നത് കൺസ്യൂമറുടെ പോസ്റ്റ് കൺസ്യൂമർ വേസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 കൊണ്ടുവന്നതാണ്. റിക്വയർഡ് ഇലക്ട്രോണിക് മാനുഫാക്ചേഴ്സ് ടു കളക്ട് ആൻഡ് റീസൈക്കിൾ ഡിസ്കാർഡഡ് ഡിവൈസസ്. ഡിസ്കാർഡ് ചെയ്ത ഡിവൈസിൽ നിന്ന് എന്ത് ചെയ്യണം, ഇലക്ട്രോണിക് മാനുഫാക്ചേഴ്സിന് ഈ മെറ്റീരിയൽസും അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളും കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂൾ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് മാൻഡേറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ പ്ലാസ്റ്റിക് പാക്കിംഗ് റിക്കവറി. ഓക്കെ, പ്ലാസ്റ്റിക് പാക്കിംഗ് റിക്കവറിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടായ എത്തിക്കൽ ഡിലേമ എന്താണ്, ഷിഫ്റ്റ് റെസ്പോൺസിബിലിറ്റി അപ്സ്ട്രീംസ് ഫ്രം കസ്റ്റമേഴ്സ് ടു പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ഇതിൻ്റെ പ്രശ്നം എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ നിന്ന് എന്തുണ്ടായി,
പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇതിലേക്ക് എത്തി. ഓക്കെ, അതാണ് പ്രശ്നം. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് എന്താണ്, എൻജിനീയറിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ഇതിൽ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ഡിസൈനിങ്. ഓക്കെ, എൻജിനീയേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ മോഡുലാറും റീപെയറബിളും അതേപോലെ തന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മാറ്റി പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ലാപ്ടോപ്സ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, റിപ്പയറബിൾ ആയിട്ടുള്ള ബാറ്ററീസ്, അതേപോലെ അപ്ലയൻസസ്, അതേപോലെ തന്നെ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള പാർട്സ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റീസ്. Sorting centers where waste is segregated into recyclable, compactable and non-recyclable. ഈ സോർട്ടിംഗ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ആയിരിക്കും വേസ്റ്റ് എന്ന് പറയുന്നത് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഈ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. കീസ് ടു സ്കെയിലിംഗ് അപ്പ് സീറോ വേസ്റ്റ് സിറ്റീസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കീസ് ആയിട്ട് നമുക്ക് ഈ സീറോ വേസ്റ്റ് സിറ്റീസിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. കമ്പോസിങ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത് കമ്പോസിങ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50-60% ഓഫ് മുനിസിപ്പൽ വേസ്റ്റ്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇന്ത്യൻ സിറ്റീസ്. അതായത് ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നതാണ് ഓൾമോസ്റ്റ് 50-60% മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ വരേണ്ടത്. കമ്പോസിങ് ഇൻക്രീസസ് ലാൻഡ്ഫിൽ പ്രഷർ. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, അതൊക്കെയാണ് പറയുന്നത്. അടുത്തത് സ്മാർട്ട് പാക്കിംഗ് ഇന്നോവേഷൻസ്. പാക്കിങ്ങിൽ എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ബയോപ്ലാസ്റ്റിക്സ്, അതായത് കോൺ സ്റ്റാർച്ച്, ഷുഗർ കെയിൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് പാക്കിങ്ങിൽ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ എഡിബിൾ പാക്കിംഗ്, സീവീഡ് ബേസ്ഡ് ഫിലിംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാക്കിംഗ് ഉണ്ടാക്കാൻ പറ്റും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഡിബിൾ കട്ട്ലറി മെയ്ഡ് ഫ്രം മില്ലറ്റ് ആൻഡ് റൈസ് ഫ്ലോർ ഇൻ ഇന്ത്യ. ഓക്കെ, നമുക്ക് തിന്നാൻ പറ്റുന്ന കട്ട്ലറീസ് ഉണ്ടാക്കാറുണ്ട് ഈ മില്ലറ്റും അതേപോലെ തന്നെ റൈസ് ഫ്ലോർസും വെച്ചിട്ട്. ഓക്കെ, ഇതിലിനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് എത്തിക്കൽ ഡിലിമാസിനെ പറ്റിയിട്ടാണ്, ഡയമെൻഷൻസിനെ പറ്റിയിട്ടാണ്. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് സസ്റ്റൈനബിലിറ്റി. Engineers have an obligation to design out waste at the earliest stage. Earliest സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേസ്റ്റിനെ പുറത്ത് കളയാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് മസ്റ്റ് ഗൈഡ് മെറ്റീരിയൽ ചോയ്സ്, ഡിസൈൻ, പ്രൊഡക്ഷൻ. ഓക്കെ, നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് ചൂസ് ചെയ്യുമ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴും പ്രൊഡക്ഷനൊക്കെ നല്ലോണം ചിന്തിച്ച് വേണം എടുക്കാൻ. പ്രിവെൻറ്റീവ് എത്തിക്സ്. പ്രിവെൻറ്റീവ് എത്തിക്സ് ഇത് കൊണ്ടുവന്നത് മാർട്ടിൻ ആൻഡ് ഷെയ്ൻസിൻ സാറാണ്. ഇതെന്ന് പറയുന്നത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഫിക്സഡ് പ്രോബ്ലംസ് ആഫ്റ്റർ ദേ അറൈസ്. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഫിക്സ്ഡ് നമ്പർ ഓഫ് പ്രോബ്ലംസിൽ മാത്രം ലിമിറ്റഡ് അല്ല, അതിന് പുറമെ ഒരുപാട് വേറെ പ്രോബ്ലംസ് ചിലപ്പോൾ അതിനെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. എഞ്ചിനീയേഴ്സ് മസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് and prevent long-term sustainability ഒക്കെ കൂടുതൽ. ഇതിൽ റേസ് ചെയ്യുന്ന ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഷുഡ് പ്രോഫിറ്റ് ഡ്രൈവ് റിഡക്ഷൻ ഈവൻ ഇഫ് ഇറ്റ് ഹാർംസ് ദ എൻവയോൺമെന്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് എൻവയോൺമെന്റിനെ ഹാം ചെയ്യാൻ പറ്റുമോ? ഇതിനൊരു എക്സാമ്പിളായിട്ട് പ്ലാന്റ് obsolescence versus designed durable repairable goods. Okay, ഡിസൈനിങ് ഡ്യൂറബിളും അതേപോലെ തന്നെ റിപ്പയറബിൾ ആയിട്ടുള്ള ഗുഡ്സ് വെച്ചിട്ടും നമ്മൾ ഇതാക്കുന്നതും അതേസമയം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിന് നാശങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കുറച്ച് കേസ് സ്റ്റഡീസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കമിക്കാത്സു ജപ്പാൻ റിവറാണ്.
ഇവിടെ എന്ന് പറയുന്നത് മെയിൻലി എന്താണ് സീറോ വേസ്റ്റ് ടൗൺ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 45 കാറ്റഗറീസിൽ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റിനെ സെഗ്രിഗേറ്റ് ചെയ്തു. ഇവരെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 80% റീസൈക്കിളബിൾ റേറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഇതെന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്കായിരുന്നു സമയത്ത്. അടുത്തത് എന്ന് പറയുന്നത് ശബരിമല ഗ്രീൻ പ്രോട്ടോകോൾ. ഇവിടെ എന്ന് പറയുന്നത് പിലിഗ്രിംസിൻ്റെ സീസൺ ആവുന്ന സമയത്ത് പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിട്ടുണ്ട്. ഇവരെന്ന് പറയുന്നത് ഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള ബനാന ലീവ്സ്, ക്ലോത്ത് ബാഗ്സ് ഒക്കെയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞു. ഇതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഭയങ്കരമായിട്ട് കുറച്ചു. ഇതെന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഫ്ലോറസ് സോൺ ആയ കാരണം കൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് തിരുവനന്തപുരം സീറോ വേസ്റ്റ് വെഡ്ഡിങ്സ് ആണ്. അതായത് ലോക്കൽ ക്യാമ്പയിൻസ് എന്ത് ചെയ്തു, വേസ്റ്റ് ഫ്രീ മാരേജ് ഫങ്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തു. ഇവിടെ എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്സ് ഇവർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, വേണ്ട വെച്ചു. അതേപോലെ തന്നെ ഇതിന് പകരം എന്ത് ചെയ്തു, പ്ലാസ്റ്റിക് സ്റ്റീൽ പ്ലേറ്റ്സ്, ബനാന ലീവ്സ്, അതേപോലെ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ ആയിട്ടാണ് നമ്മുടെ ഈ സീറോ വേസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഇവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇത് ഭയങ്കര നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു അവരുടെ. സോ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് ഓഫ് ദ മൊഡ്യൂൾസ് സർക്കുലർ എക്കണോമി ആൻഡ് ഡീഗ്രോത്ത്. ഇതിൽ economic systems shapes how economies uses resources and impact the environment. ഈ എക്കണോമിക് സിസ്റ്റംസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെ ഈ റിസോഴ്സസ് യൂസ് ചെയ്യുന്നു, എൻവയോൺമെൻറ്റിന് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ട്രഡീഷണൽ ലീനിയർ എക്കണോമി എന്ന് പറയുന്നത് ടേക്ക് മേക്ക് ഡിസ്പോസ് മോഡലായിരുന്നു. എടുക്കുക, ഉണ്ടാക്കുക, ഡിസ്പോസ് ചെയ്യുക. വേർ റോ മെറ്റീരിയൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനെ പ്രൊഡക്റ്റായി കൺവേർട്ട് ചെയ്ത് അതിനെ നമ്മൾ കൺസ്യൂം ചെയ്യും. അതിനുശേഷം നമ്മൾ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യും. ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ എന്താണ് കുറച്ചും കൂടി കൊണ്ടുവന്നിരുന്നു, മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഇത് വേറൊരു കാര്യം എന്താ ചെയ്തിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ് ഡിപ്ലീഷനും പൊല്യൂഷനും അതേപോലെ തന്നെ ക്ലൈമറ്റിക് ചേഞ്ചിനൊക്കെ കാരണമായി. ഇവിടെയാണ് നമ്മുടെ സർക്കുലർ എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീജനറേറ്റീവ് ലൂപ്പാണിത്. നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തു, യൂസ് ചെയ്തു, അതിനെ റീയൂസോ റീസൈക്കിളോ ചെയ്തതിന് ശേഷം അതിനെ റീജനറേറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് പ്രൊഡക്റ്റും മെറ്റീരിയൽസും റിസോഴ്സസിനെയും നമുക്ക് എത്രത്തോളം നാൾ ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെ ഒക്കെ യൂസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് വേസ്റ്റ് മിനിമലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ ഇത് യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡീഗ്രോത്ത് ടേക്സ് എ മോർ റാഡിക്കൽ അപ്രോച്ച്. ഡീഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടി റാഡിക്കൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഇൻസ്റ്റെഡ് ഓഫ് മാക്സിമൈസിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഇറ്റ് കോൾസ് ഫോർ സ്കെയിലിംഗ് ഡൗൺ എക്സസീവ് ഗ്രോത്ത് ഇൻ റിച്ച് എക്കണോമീസ്. റിച്ച് എക്കണോമീസിൽ സ്കെയിലിംഗ് ഡൗൺ ചെയ്യാനാണ് ഇതിൽ ശ്രമിച്ചിരുന്നത്. ആൻഡ് ഫോക്കസസ് ഓൺ ഹ്യൂമൻ വെൽബീയിങ്, ഇക്വാലിറ്റി, അതേപോലെ തന്നെ എക്കോ ബാലൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ശ്രമിച്ചിരുന്നു. ഇനി സർക്കുലർ എക്കണോമിയുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എക്സ്റ്റൻഷൻ, പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യാം. ഡിസൈനിങ് പ്രൊഡക്ട്സ് ടു ലാസ്റ്റ് ലോങ്ങർ ആൻഡ് ബി റിപ്പയർഡ് ആൻഡ് ഓർ അപ്ഗ്രേഡ്. കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുന്നതും ഒന്നെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുകയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മോഡുലർ സ്മാർട്ട് ഫോൺസ്, അതായത് നമുക്ക് ഈ പാർട്സ് റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഈ മൊത്തം ഡിവൈസ് മാറ്റുന്നതിന് പകരം. എക്കോ ഡിസൈൻ ഫോർ റീസൈക്ലബിലിറ്റി, ഇൻകോർപ്പറേറ്റിംഗ് റീസൈക്ലബിൾ ആൻഡ് ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് ഡ്യൂറിങ് നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്തെ നമ്മൾ എന്ത് ചെയ്യുക, ബയോഡിഗ്രേഡബിളും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മറ്റേ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ബയോ ബേസ്ഡ് പ്ലാസ്റ്റിക് നമുക്ക് യൂസ് ചെയ്യാം പാക്കിങ്ങിന് വേണ്ടിയിട്ട്. ക്ലോസ്ഡ് ലൂപ്പ് മാനുഫാക്ചറിംഗ്, industry system where waste or byproducts from one process serves as raw material for another. Byproduct ഒരു പ്രോസസ്സിൻ്റെ ബൈപ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അങ്ങനെ സ്റ്റീൽ ആൻഡ് അലുമിനിയം ഇൻഡസ്ട്രീസ് റീസൈക്കിൾ സ്ക്രാപ്ഡ് മെറ്റീരിയൽസ്. സിമെൻറ്റ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും,
co-processing based ഇതാക്കി എടുക്കും. ഓക്കെ ആണോ? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡീഗ്രോത്ത് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ്. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ലോവർ കൺസപ്ഷന് റിച്ച് എക്കണോമിക്സ്, വെൽത്തി നേഷൻസ് കൺസ്യൂം ഡിസ്പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസ്. അതായത് നല്ല പൈസയുള്ള നേഷൻസ് എന്ത് ചെയ്യും, അവർക്ക് തോന്നിയ എമൗണ്ടിൽ റിസോഴ്സസ് യൂസ് ചെയ്യും. ഡീഗ്രോത്ത് അഡ്വക്കേറ്റ്സ് റിഡ്യൂസിങ് അൺനെസസറി പ്രൊഡക്ഷൻ. ഇതെന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രൊഡക്ഷൻസ് ഒക്കെ കുറയ്ക്കുക. അതായത് ഈ ലക്ഷറി ഗുഡ്സ്, അതേപോലെ തന്നെ ഫാസ്റ്റ് ഫാഷൻ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അടുത്തത് എന്താ, പ്രൊമോട്ടിങ് സഫിഷ്യൻസി, സിംപ്ലിസിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇതെന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഫ്രം മോർ ഇസ് ബെറ്റർ ടു ഇനഫ് ഇസ് ഇനഫ്. അതായത് എത്രത്തോളം കൂടുതലുണ്ടോ അത്രയും നല്ലത് എന്ന് പറയുന്നതിന് പകരം ഉള്ളത് ആവശ്യത്തിനുള്ളത് മതി, അത് മതി. അങ്ങനെ എൻകറേജിങ് ലൈഫ് സ്റ്റൈൽസ് ഫോക്കസ് ഓൺ വെൽ ബീയിങ്, നോട്ട് ഓൺ മെറ്റീരിയൽ കൺസപ്ഷൻ. നമ്മുടെ വെൽ ബീയിങ്ങിന് ആവശ്യമുള്ളമായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പ്രയോറിറ്റൈസിങ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. അതായത് പുവർ റിച്ച് രണ്ടു പേർക്കും ഒരേപോലെ കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവ്സിനെ പറ്റി പഠിക്കുക. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് കുറച്ച് ശ്രദ്ധിച്ചോളൂ. ലൈഫ് സൈക്കിൾ അനാലിസിസ്. എഞ്ചിനീയേഴ്സ് evaluate environmental impacts from raw material extraction to disposal. Engineers എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് എന്ത് ചെയ്യും, റോ മെറ്റീരിയലിൻ്റെ സമയത്ത് തൊട്ടിട്ട് എന്താ ഡിസ്പോസലിൻ്റെ സമയം വരെയുള്ള എല്ലാ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സും ഇവാലുവേറ്റ് ചെയ്യും. അതായത് നമ്മൾ കാർബൺ ഫുട് പ്രിൻറ്റ്സ് കമ്പയർ ചെയ്യില്ലേ, അതായത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ പേപ്പർ ബാഗ്സ് യൂസ് ചെയ്യുന്ന സമയത്തും. അതാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡിസൈനിങ് മോഡുലാർ ഇലക്ട്രോണിക്സ്, ഫോൺസ്, ലാപ്ടോപ്സ്, അപ്ലിക്കേഷൻസ് ഡിസൈൻ വിത്ത് റീപ്ലേസബിൾ ബാറ്ററീസ്, അതേപോലെ തന്നെ അപ്ഗ്രേഡബിൾ പ്രോസസ്സേഴ്സ്, സ്റ്റാൻഡർഡൈസ്ഡ് പാർട്സ്. ഇതെന്ന് പറയുന്നത് ഇ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ റിപ്പയർ കൾച്ചർ കൊണ്ടുവരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രൊമോട്ടിങ് റീയൂസ്, റിന്യൂവബിൾ റിസോഴ്സ് യൂസ്. Engineers can design process that prioritize നമ്മുടെ സോളാർ, വിൻഡ്, ബയോമാസ്, ഗ്രീൻ ഹൈഡ്രജൻ ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഈ ഫോസിൽ ഫ്യൂവൽ എന്നൊക്കെ പറയുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ യൂസ് നല്ലോണം കുറയ്ക്കാൻ പറ്റും. അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് സിന്തറ്റിക് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫൈബേഴ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്, അവർ ഓർഗാനിക് കോട്ടണും അതേപോലെ തന്നെ റീസൈക്കിളബിൾ പോളിസ്റ്ററും ആണ് അവരിപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതിലുണ്ടാകുന്ന എത്തിക്കൽ ഡയമെൻഷൻസ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. എൻജിനീയേഴ്സ് ആസ് സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻ. മാർട്ടിൻ ആൻഡ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇയാളെ പറ്റിയിട്ട് ആർഗ്യൂസ് ദാറ്റ് എവറി ന്യൂ ടെക്നോളജി ഈസ് എ സോഷ്യൽ എക്സ്പെരിമെൻറ്റ്. എല്ലാ പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ സിൻസ് ഇറ്റ്സ് ഫുൾ കോൺസിക്വൻസസ് ആർ കൺസേൺ. പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്ന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ആദ്യം ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ എന്താണ്, ലോങ് ടേം ആയിട്ട് എക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് കൊണ്ടുപോകും. അതേപോലെ തന്നെ പ്ലാൻഡ് ഒബ്സോലൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇതിലുണ്ടായ എത്തിക്കൽ ഡിലീമ എന്താണ്, ഷുഡ് എഞ്ചിനീയേഴ്സ് ഡിസൈൻ പ്രൊഡക്റ്റ് ദാറ്റ് ഇൻറ്റൻഷനലി ഫെയിൽ ടു മാക്സിമൈസ് സ്കെയിൽ ഓർ ഡിസൈൻ ഡ്യൂറബിൾ റിപ്പയറബിൾ പ്രൊഡക്റ്റ്. അതായത് സെയിൽ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ എന്താ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്ന രീതിയിലാണോ അതോ എഞ്ചിനീയേഴ്സ് കുറേ നാൾ നിൽക്കുന്നതും റിപ്പയറബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണോ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ലൈറ്റ് ബൾബ് ഡിസൈൻ ടു ലാസ്റ്റ് 1000 hours വേഴ്സസ് സെൻട്രിഷണൽ ലൈറ്റ് ബൾബ് ഇൻ കാലിഫോർണിയ ദാറ്റ് ഹാസ് ബീൻ ബേർണിംഗ് ഫോർ ഓവർ 120 years. ഓക്കെ, 1000 hours നിൽക്കുന്ന ബൾബ് വില കുറവാണ്, പെട്ടെന്ന് കിട്ടും. അതേസമയം കാലിഫോർണിയയിൽ ഓവർ 120 years ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബുണ്ട്. ഓക്കെ, ഇത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണ് വേണ്ടത്. വെർച്യൂ എത്തിക്സ് ഇൻ റിസോഴ്സ് യൂസ്. എഞ്ചിനീയേഴ്സ് മസ്റ്റ് അപ്ഹോൾഡ് വാല്യൂസ് ലൈക്ക് prudence, അതായത് വൈസ് ഫോർസൈറ്റ്, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഫെയർനെസ് ആൻഡ് സ്റ്റുവാർഡ്ഷിപ്പ്. എത്തിക്കൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് എന്താ കൺസിഡർ ചെയ്യണം, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനാണ് കൺസിഡർ ചെയ്യണം, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രോഫിറ്റിനെ അല്ല കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കേസ് സ്റ്റഡീസ് പഠിക്കാം.
അതായത് കൊയർ ഇൻഡസ്ട്രിയിലെ അതായത് വേസ്റ്റ് സ്ക്വയർ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ബൈ പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ ഈ ക്വയർ പ്രൊഡക്ഷന് ശേഷം ഉണ്ടാകുന്നത് is used as soil conditioner and growing medium. ഇത് കഴിഞ്ഞ് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഗ്രോയിങ് മീഡിയം അല്ലെങ്കിൽ സോയിൽ കണ്ടീഷണർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതെന്ന് പറയുന്നത് ലോക്കൽ സർക്കുലർ എക്കണോമിക് പ്രാക്ടീസസ് വെർ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സായി കൺവേർട്ട് ചെയ്തു ഈ ലോക്കൽ സർക്കുലർ പ്രാക്ടീസസ് കൊണ്ടുവന്നത് വഴി EU സർക്കുലർ എക്കണോമി ആക്ഷൻ. അതായത് EU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ എന്താ ചെയ്തത് മാൻഡേറ്റ്സ് എക്കോ ഡിസൈൻ റെഗുലേഷൻസ് ഹൈ റീസൈക്കിൾ ടാർഗറ്റ്സ് ആൻഡ് വേസ്റ്റ് റിഡക്ഷൻ. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ടെക്സ്റ്റൈൽസ് പ്ലാസ്റ്റിക്സ് കൺസ്ട്രക്ഷൻ സെക്ടേഴ്സിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാണ് ഇവർ ചെയ്തത് ഈ സസ്റ്റൈനബിൾ ഇൻഡസ്ട്രി പോളിസീസ് വഴി. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഈ സൈക്കിൾ റീസൈക്ലിംഗ് വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ്സ് ഇൻ ബാംഗ്ലൂർ. ഇന്ത്യ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3 മില്യൺ ടൺസ് ഓഫ് വേസ്റ്റ് ആണ് ആനുവലി ജനറേറ്റ് ചെയ്യുന്നത്. ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഫോസ്റ്റഡ് ഫോർമൽ റീസൈക്ലിംഗ് യൂണിറ്റ്സ് വെയർ വേസ്റ്റ് ഇസ് dismantled, metals are recovered and hazardous materials are safely disposed. എന്ത് ചെയ്തു ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു റീസൈക്ലിംഗ് യൂണിറ്റ്സ് ഫോർമലായി ഹോസ്റ്റ് ചെയ്തു. ഇവിടെ എന്ന് പറയുന്നത് ഈ വേസ്റ്റ് നശിപ്പിച്ച് കളയലും അതേപോലെ തന്നെ മെറ്റൽസിനെ റിക്കവർ ചെയ്ത് ഹസാർഡിയസ് മെറ്റീരിയൽസിനെ സേഫ്ലി ഡിസ്പോസ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് എത്തിക്കൽ ആംഗിളിൽ പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്തു ഇൻഫോർമൽ സെക്ടർ എക്സ്പ്ലോയിറ്റേഷൻ റെഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ എൻവയോൺമെന്റൽ കണ്ടാമിനേഷനും കുറച്ചു. അടുത്തതെന്ന് പറയുന്നത് നാലാമത്തെ പാർട്ട് ഓഫ് ദിസ് മൊഡ്യൂൾ അതാണ് mobility and sustainable transportation. Transportation is a fundamental pillar of an human civilization, enabling trade, അതേപോലെ തന്നെ cultural exchange, economic development ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ പില്ലറാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. However, modern transport system also one of the largest contribution of environmental degradation. മോഡേൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എൻവയോൺമെന്റിനെ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പെർട്ടിക്കുലർലി ത്രൂ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കാരണം കൊണ്ടും അർബൻ പൊല്യൂഷൻ കാരണം കൊണ്ടുമാണ് ഇതുണ്ടായത്. അതായത് ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 25% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണ് ഈ റോഡ് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള കാറ് ബസ് ട്രാഫിക് വഴി മാത്രം. ഈ മൊബിലിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കണം. ആൻഡ് സോഷ്യൽ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കൽ കോസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടായിരിക്കും, എയർ പൊല്യൂഷൻ ഉണ്ടായിരിക്കും, റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ടായിരിക്കും. റിസോഴ്സ് ഡിപ്ലീഷൻ എന്താ ഫോസിൽ ഫ്യൂൽസ് അല്ല പെട്രോൾ അത് ഇതൊക്കെ ഇതെന്നൊക്കെ പറയുന്നത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് പറയാം. എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നത്? ആദ്യത്തേത് പറയുന്നത് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾസ് നൈട്രജൻ ഓക്സൈഡ്സ് സൾഫർ ഓക്സൈഡ്സ് സ്പെസിഫിക് മാറ്റേഴ്സ് ഇതൊക്കെ അതേപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിട്ടുള്ള വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ഇൽനെസ് ഹാർട്ട് ഡിസീസ് അതേപോലെ തന്നെ പ്രീമെച്യൂർ ഡെത്ത്സ് ഒക്കെ കാരണമാകാറുണ്ട്. ഈ WHO എസ്റ്റിമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 7 മില്യൺ ഡെത്ത്സ് ആണ് ഈ എയർ പൊല്യൂഷൻ കാരണം നടക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് നോയിസ് പൊല്യൂഷൻ ആണ്. കോൺസ്റ്റന്റ് റോഡ് ട്രാഫിക്കും അതേപോലെ തന്നെ എയർ ട്രാവൽ കോൺട്രിബ്യൂട്ട്സ് ടു എന്താണ് സ്ട്രെസ്സും അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും. ഇതെന്ന് പറയുന്നത് നമ്മുടെ അർബൻ ലൈഫിൻ്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അടുത്തെന്ന് പറയുന്നതാണ് കൺജഷൻ. ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് വെഹിക്കിൾ ഓണർഷിപ്പ് കൂട്ടും. അപ്പോൾ എന്തുണ്ടാവും ട്രാഫിക് ജാം കൂടും, ഫ്യൂവൽ വേസ്റ്റ് കൂടും, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും കുറയും. ക്ലൈമറ്റ് ചേഞ്ച് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ് ഹൈലി റിലേ ചെയ്യുന്നത്? ഫോസിൽ ഫ്യൂൽസിനാണ് അല്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡും മിത്തേൻ എമിഷൻ കാരണം കൊണ്ട് എന്തുണ്ടാവും ഗ്ലോബൽ വാർമിങ് കൂടും. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത് പറയുന്നത്. ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലൻസ് ആയിരിക്കണം, ഇക്വിറ്റി ഉണ്ടാവണം, അതേപോലെ തന്നെ എക്കോളജി ഉണ്ടായിരിക്കണം. ഇതിൽ എന്താ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ആദ്യത്തെ എന്ന് പറയുന്നത് ആക്സസിബിലിറ്റി ആണ്. മൊബിലിറ്റി ഓപ്ഷൻ അവൈലബിൾ ഫോർ ഓൾ സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റി ഇൻക്ലൂഡിങ് എന്താണ്
റൂറൽ ആയിക്കോട്ടെ, എന്ത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിക്കോട്ടെ അവർക്ക് ആക്സസ് ഉണ്ടായിരിക്കണം പബ്ലിക് ട്രാൻസ്പോർട്ടിന്. എന്തിനാണെങ്കിലും അഫോർഡബിലിറ്റി, അതായത് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എക്കണോമിക്കൽ ആയിരിക്കണം, വീക്കർ സെക്ഷനും പോകാൻ പറ്റണമല്ലോ. ലോ കാർബൺ, ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ, ഹൈഡ്രജൻ, അതേപോലെ തന്നെ റിന്യൂവബിൾ എനർജി ബേസ്ഡ് ആയിട്ടുള്ള മോഡ്സിൽ എന്തായിരിക്കണം, കാർബൺ എമിഷൻ നല്ലോണം കുറയ്ക്കണം നോ മാറ്റർ വാട്ട്. സേഫ്റ്റി മെഷേഴ്സിൽ വരുവാണെങ്കിൽ റോഡ്സ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ പറ്റും, ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട്, അതായത് നമുക്ക് നടക്കുക, സൈക്ലിങ്, അതേപോലെ തന്നെ ബൈസൈക്കിൾ ലേൻസ്, ഇതൊക്കെയെന്ന് പറയുന്നത് എമിഷൻ കുറച്ച് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവ്സിനെ പറ്റിയിട്ടാണ്. ഇതിൽ അർബൻ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ബസ് റാപ്പിഡ് ട്രാൻസിറ്റ്, BRT. ഇതെന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ബസ് കോറിഡോർസ് ദാറ്റ് പ്രൊവൈഡ് മെട്രോ ലൈക്ക് എഫിഷ്യൻസി അറ്റ് ലോവർ കോസ്റ്റ്. ഓക്കെ, ലോവർ കോസ്റ്റിൽ മെട്രോ പോലത്തെ തന്നെ എഫിഷ്യൻസി കൊടുക്കാൻ പറ്റുന്ന ബസ് കോറിഡോർസ് കൊണ്ടുവരണം. അഹമ്മദാബാദ് BRTS ഇൻ ഇന്ത്യ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്ഡ് സിറ്റി കണക്ടിവിറ്റി. സിറ്റി കണക്ടിവിറ്റി കുറേ കൂടി ബെറ്റർ ആക്കി. മെട്രോ റെയിൽസും വാട്ടർ റെയിൽസും, ഇതെന്ന് പറയുന്നത് കൊച്ചിയിലുണ്ട് അല്ലേ. മെട്രോ റെയിൽസ് റിഡ്യൂസസ് കൺജഷൻ, അതേപോലെ തന്നെ എമിഷനും നല്ലോണം കുറച്ചു. ഈ കൊച്ചി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ഇന്ത്യസ് ഫസ്റ്റ് വാട്ടർ മെട്രോ ഇൻ 2023. ഇതെന്ന് പറയുന്നത് ഐലൻഡ്സിനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇലക്ട്രിക്കൽ ബോട്ട്സും, അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് റോഡ് ട്രാൻസ്പോർട്ടിന് ഡിപ്പെൻഡൻസി നല്ലോണം കുറച്ചു. ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ്, നമ്മൾ ഡിസൈനിങ് സിറ്റീസ് അറൗണ്ട് ട്രാൻസ്പോർട്ട് ഹബ്സ്, അതായത് സിറ്റീസ് ബിൽഡ് ചെയ്യുമ്പോൾ മെട്രോസ്, ബസ് ടെർമിനൽസ് ഒക്കെ ഉള്ളത് അവിടെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ ഉപയോഗം നല്ലോണം കുറയ്ക്കാൻ പറ്റും. മിക്സ്ഡ് യൂസ് ഡെവലപ്മെൻറ്റ് വർക്ക്സ് എൻഷുവേഴ്സ് വർക്ക് ഹൗസിംഗ് ആൻഡ് സർവീസസ് ആർ ക്ലോസ് ടു ട്രാൻസിറ്റ് സ്റ്റേഷൻസ്. ഈ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾസിനെ പറ്റിയിട്ടാണ്. ഈ ദീസ് പ്രൊഡ്യൂസസ് സീറോ ടെയിൽ പൈപ്പ് എമിഷൻ. ഓക്കെ, പ്രശ്നമുള്ള സാധനങ്ങളൊന്നും എമിറ്റ് ചെയ്യുന്നില്ലല്ലോ, ഇല്ല. റിക്വയർ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ സ്മാർട്ട് ഗ്രിഡും ബാറ്ററി ഇന്നോവേഷൻസും ഒക്കെ കൊണ്ടുവരണം നമ്മളതിന്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ്. ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് നമ്മുടെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ്, ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസിഷൻ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുമല്ലോ. ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ബസ്, ഇതെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. എവിടെ നിന്ന്? ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എമിറ്റ് ചെയ്യുന്നത് എന്താ, വാട്ടർ വേപ്പർ മാത്രമാണ്. Still in pilot stage in India but growing globally. ഇത് ഇന്ത്യയിൽ അത്ര നന്നായി വളർന്നു വന്നിട്ടില്ല, പക്ഷേ വേറെ ഗ്ലോബലി ഇത് ഉണ്ട്. ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്കൽ സോഴ്സിങ് ഓഫ് ബാറ്ററീസ്. ലിത്തിയം ആൻഡ് കൊബാൾട്ട് എന്ന് പറയുന്നത് ആണ് നമ്മളിപ്പോൾ EV ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നത്. ആർ ഓഫൻ മൈൻഡ് ഇൻ പുവർ വർക്കിംഗ് കണ്ടീഷൻസ് ഇൻ കൺട്രീസ് ലൈക്ക് കോൺഗോ. എന്ന് പറയുന്നത് കുറേ കോൺഗോ മറ്റ് കൺട്രീസിൽ നല്ല കണ്ടീഷനിലല്ല ഇവരുടെ ബാറ്ററീസ് ഒന്നും. Engineers and companies must ensure responsible sourcing and recycling to avoid new ethical problems. പുതിയ എത്തിക്കൽ പ്രോബ്ലംസ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം എഞ്ചിനീയേഴ്സ്. എത്തിക്കൽ ഡയമെൻഷൻസ്. ആദ്യത്തെ പറയുന്നത് ഇക്വിറ്റി. ട്രാൻസ്പോർട്ടേഷൻസ് എന്ന് പറയുന്നത് എല്ലാ സിറ്റിസൻസിനും, അതായത് എൽഡി, അതേപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ്, റൂറൽ പോപ്പുലേഷൻ ഒക്കെ ഒരേപോലെ ഉണ്ടായിരിക്കണം. എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് എന്ത് എൻഷുർ ചെയ്യണം, യൂണിവേഴ്സൽ ആക്സസിബിലിറ്റി അവരുടെ ഡിസൈൻ, അതേപോലെ അതായത് ലോ ഫ്ലോർ ബസ്സസ് ഉണ്ടായിരിക്കണം, റാംസ് ആയിരിക്കണം, അതേപോലെ തന്നെ ടാക്ടൈൽ പേവിങ്, ഇതൊക്കെ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. റെസ്പോൺസിബിലിറ്റി, ആൻറ്റിസിപ്പേറ്റിംഗ് അൺഇൻറ്റൻറ്റഡ് ഹാംസ് ലൈക്ക് നമ്മൾ ഈ വേസ്റ്റ് ഫ്രം EV ബാറ്ററീസ്, അതേപോലെ തന്നെ ഡിപ്പെൻഡൻസ് ഓൺ റെയർ എർത്ത് മിനറൽസ്, ഇതൊക്കെ നമ്മൾ അൺഇൻറ്റൻഷനലി കൊണ്ടുവരുന്ന ഹാംസ് ആണ്. നമുക്ക് ഇതെങ്ങനെ അവോയ്ഡിങ്
ഗ്രീൻ വാഷിംഗ് ഇതെന്ന് പറയുന്നത് ഫാൾസ് ക്ലെയിം ഓഫ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അതായത് ഇതിങ്ങനെ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരും എന്ന് നമ്മളിങ്ങനെ പറയും, പക്ഷെ ശരിക്കും അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അതിനെയാണ് എന്ത് പറയുന്നത്, ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇതൊന്നും ഇല്ലാതെ നമ്മളിത് കൊണ്ടു നടക്കുമെന്ന് പറയുന്നത്. അടുത്തതാണ് പ്രിവെൻറ്റീവ് എത്തിക്സ്. ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ സിറ്റീസ് ടു ബിക്കം congested and polluted, എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യണം, അതിന് മുമ്പേ പ്ലാൻ ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഡിസൈനിങ് pedestrian friendly zones and bicycle lanes before urban zone blocks and car dependency. കാർ ഡിപ്പെൻഡൻസി അങ്ങോട്ട് കൂടി എല്ലാ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടല്ല ഈ പെഡസ്ട്രിയൽ സോൺസും ബൈസൈക്കിൾ ലെയിൻസിനൊക്കെ പറ്റി ചിന്തിക്കണം. അടുത്തത് എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസ്. സോ കൊച്ചി മെട്രോ ആൻഡ് വാട്ടർ മെട്രോ ഇൻ്റഗ്രേഷൻ. കൊച്ചി മെട്രോ ഇൻ്റഗ്രേറ്റ്സ് റോഡ്, റെയില്, വാട്ടർ ട്രാൻസ്പോർട്ട് ഒക്കെ ഒരേപോലെ നമുക്ക് മൾട്ടി മോഡൽ മൊബിലിറ്റി കൊണ്ടുവരാൻ പറ്റിയില്ല. വാട്ടർ മെട്രോ എന്ന് പറയുന്നത് എന്താ, ഇലക്ട്രിക് ബോട്ട്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് അത് കൊണ്ടുവരണം. ഇതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കും. അതേപോലെ തന്നെ ഐലൻഡ്സ് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എത്താനൊക്കെ പറ്റും. ഡൽഹി EV പോളിസി ഓഫേർഡ് സബ്സിഡീസ്, വെയിൽഡ് റോഡ് ടാക്സ്, അതേപോലെ തന്നെ ഡെവലപ്ഡ് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൻ്റെ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25% ഓഫ് പുതിയ റിന്യൂവബിൾ രജിസ്ട്രേഷൻ പുതിയ വെഹിക്കിൾ രജിസ്ട്രേഷൻസ് EVക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നോർവേയുടെ EV റെവല്യൂഷൻ, വേൾഡ് ലീഡേഴ്സ് വിത്ത് 80% പ്ലസ് EV അഡോപ്ഷൻ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ അച്ചീവ്ഡ് ത്രൂ ടാക്സ് exemption, toll-free routes, parking incentives and vast charging network. ഇതിലുള്ള എത്തിക്കൽ ഡെലിമ എന്താണെന്ന് അറിയാം. ഇതെന്ന് പറയുന്നത് ഷോസ് ഹൗ പോളിസി ആൻഡ് എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻസ് ക്യാൻ അലൈൻ സസ്റ്റൈനബിലിറ്റി. ഓക്കെ ആണോ?